വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉത്സവപ്പറമ്പിലാണ്. സ്ഥലം വന്നിട്ട് നായരമ്പലം. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ആനനെയൊക്കെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഒരുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ 4 ആനകൾ അവിടെ നിരന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെ അടുത്ത് ചെന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാഴ്ച കാണുകയാണേ. അപ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ആനനെ ഒരുക്കുന്നതും എങ്ങനെയാണെന്നുള്ളതൊന്നും. അപ്പോൾ ആനപ്പാപ്പാനും സഹായികളൊക്കെ കൂടിയിട്ട് എല്ലാ ആനക്കുട്ടന്മാരെയും നല്ല സൂപ്പറായിട്ട് സുന്ദരക്കുട്ടന്മാരാക്കുന്നുണ്ട്. അപ്പോൾ ഓമും കൂടെ ഉണ്ട്. ഓമുവിനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അവൻ്റെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണതെല്ലാം. അപ്പോൾ ആനനെ ഇങ്ങനെ നിരന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓമുവിൻ്റെ പല പല കുട്ടി ചോദ്യങ്ങളും ആനയുടെ വാലും തുമ്പിക്കൈയും എല്ലാത്തിനെ കുറിച്ചിട്ട് ഓരോ കമൻസ് അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറക്കുന്നുണ്ട് അവരുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ പതിയെ ഇവരെല്ലാവരെയും സുന്ദരന്മാരാക്കിയിട്ട് അവരുടെ യഥാസ്ഥാനത്തേക്ക് ആനപ്പാപ്പന്മാരെ നയിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് നിരനിരയായി പോകുന്ന കാഴ്ച തന്നെ വളരെ ഗംഭീരമാണ്. എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. പോക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ ഈ അറ്റത്തിരിക്കുന്ന ആനയുടെ ബാക്കിലായിട്ട് നമുക്കൊരു ചെറിയ പാട്, ഇതല്ല നല്ല മൃതം വലിയ പാടാണ്. ഞാനത് കണ്ട മാത്രമേ ഞാൻ മൃദുവിനോട് ചോദിക്കായിരുന്നു അത് എന്താണെന്നറിയോ, അതെന്താ ഇങ്ങനെ ഒരു കുഴി പോലെ കാണുന്നതെന്ന്. അപ്പോൾ പറയാണ് വെടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പോർഷനാണ് അങ്ങനെയായിട്ട് മാറുന്നതെന്ന്. ഒരു 10 years ബാക്ക് എന്ന് തന്നെ പറയാം. ആ സമയത്താണ് അവിടെ ആന വരണ്ടോടെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും കൂടി കേട്ടപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ആയി. കാരണം ഇതിൻ്റെ തൊട്ട് പുറകെയായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ പോലും. പിന്നെ ഈ തിരക്കിനിടയിൽ അമ്മ കുറച്ച് ദൂരെ മാറിയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അമ്മനെ തേടി ഞാൻ പോയി. പിന്നെ നമ്മൾ ആ തിരക്കിലേക്ക് വന്നെത്തുന്നതാട്ടോ കാണുന്നത്. എനിവേ നമ്മൾ വന്ന സമയത്ത് അത്രമേൽ തിരക്കൊന്നും അവിടെ പുരപ്പറമ്പിലൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് ഇനിയൊരു ചേഞ്ച് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ആനക്കുട്ടന്മാർ അണിനിരന്ന് നിൽക്കുമ്പോഴേക്കും എവിടെ നിന്നാണെന്നറിയില്ല ഈ തിരക്കും തിരക്കുമൊക്കെ അവിടെ ആയതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷമാണ് അല്ലേ, ഒരു എനർജിയാണ്. ഈ തിക്കും തിരക്കും ബഹളവും അത് കളേഴ്സും പലതരം ആൾക്കാരും എവിടെ നിൽക്കുകയെന്നറിയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടാവും, പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. അത് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റാണ്. ഞാനും പൊതുവേ ഞങ്ങൾ ഈ സമയത്ത് വരാറില്ല. നല്ല മേളം നല്ല പൊടി പൊടിക്കുന്ന സമയത്തായിരിക്കും എപ്പോഴും വന്ന് എത്തിച്ചേരാറ്. ഇങ്ങനെ തുടങ്ങുന്ന കാഴ്ച എപ്പോഴും മിസ്സായിട്ടുള്ളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ തന്നെ. ഇങ്ങനെ ഓൾറെഡി 4 ആനക്കുട്ടന്മാരെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 4 പേരോ? അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇരട്ട സംഖ്യ നിൽക്കില്ല, ഒറ്റ സംഖ്യയിലായിരിക്കും എപ്പോഴും ആനയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ വൺസ് ഇവരെല്ലാം നിരന്ന് നിന്നപ്പോൾ നടുക്കൊരു സ്പേസ് ഉണ്ട്. അവിടേക്ക് നമ്മുടെ സൂപ്പർ ഹീറോ ഭഗവതിയായിട്ട് പറയെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നിരുന്നുള്ളത് ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ കൂട്ടത്തിലേക്ക് വന്ന് കയറുമ്പോൾ തലയെടുപ്പും ആ മേളും ഒരു പ്രത്യേക വൈബല്ലേ. ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് മനസ്സിലായത് ഇത് തന്നെയായിരുന്നു ഒരു ബ്ലെസ്സിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓമോടെ നിന്ന് തമ്പായിനെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ റോബോട്ടിൻ്റെ ടോയെ കൊടുക്കണം. മേളവും കടുത്തു തുടങ്ങി, അതുപോലെ തന്നെ ഓമൂൻ്റെ ഭാഷയും കടുത്തു തുടങ്ങി ഒരു സൈഡിൽ. അങ്ങനെ ഓമൂൻ്റെ റോബോട്ട് വേണമെന്ന് പറഞ്ഞ് പതിയെ ഋത്തുല ഓമനെയും കൊണ്ട് അവിടുത്തെ ചെറിയ കടകളിലേക്ക് അന്വേഷിക്കാൻ പോകാൻ തുടങ്ങി. സോ ഞാനും അമ്മയും അവിടെ തന്നെ നമ്മൾ നിന്നിരുന്ന പൊസിഷനിൽ തന്നെ നിന്നു. അപ്പോഴേക്കും പല നിറത്തിലുള്ള കുടകൾ ആ വഴി ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടി, ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വന്ന് നീങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കാണാൻ പറ്റുന്നത്. കുടമാറ്റം നടക്കാനാണെന്ന് മനസ്സിലായി. സോ പതിയെ കുടകളൊക്കെ നീങ്ങി ആനക്കുട്ടന്മാരുടെ അടുത്തെത്തി.
കുടകളെല്ലാം മേലേക്ക് ആനയുടെ മേലേക്ക് ഉയർത്തി തുടങ്ങി. അവന് കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും ആ നിപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഓമൂസിന് ഇതിൻ്റെ ഇടയിൽ റോബോട്ടും തേടിപ്പോയിട്ട് അവർ തിരിച്ചു വന്നതോടുകൂടി റോബോട്ട് കയ്യിലില്ല, ആകെ പ്രശ്നമായി. അപ്പോൾ അവനപ്പം തന്നെ അവിടെ നിന്ന് പോകണം എന്നുള്ള ബഹളമായി. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഉത്സവപ്പറമ്പിലുള്ള പല പല കാഴ്ചകളാണ്, പൂരപ്പറമ്പ് കാഴ്ചകളാണ് ഈ കാണുന്നത്. പല കളറിൻ്റെ നിറത്തിലുള്ള ബലൂൺസും പിന്നെ മെഹന്തി ഇടുന്നതും. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് നമുക്ക് ഈ ചാട്ടമൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ചാട്ട്, പിന്നെ പല പല പിന്നീട് ആകർഷിക്കാനായിട്ടുള്ള ടോയ്സ്, അതെല്ലാം. അവസാനം ഓമൂസിന് റോബോട്ടിന് പകരം നമ്മൾ ഹീലിയത്തിൻ്റെ ബലൂൺ ഉള്ള മൈൻഡ് സെറ്റാക്കി അങ്ങനെ ഒരു ആനക്കുട്ടനെ, കുട്ടി ആനക്കുട്ടനെ, നീല ആനക്കുട്ടനെ വാങ്ങിക്കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്തി. അവനതോടുകൂടി ഓക്കെ ആയി. അങ്ങനെ ആനക്കുട്ടനെ മൃദുൽ അവൻ്റെ കയ്യിൽ ചുറ്റി കെട്ടിക്കൊടുത്തു കേട്ടോ, പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ ആള് ഓക്കെ, ഡബിൾ ഓക്കെ. കണ്ട ആ ചിരിയണ്ട. പക്ഷെ അവൻ പിന്നെ അവിടെ നിൽക്കാൻ റെഡിയായില്ല. അങ്ങനെ നമ്മൾ പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അമ്മയുടെ കൂട്ടുകാരി അമ്മ കണ്ടു, ഒരു സന്തോഷം. അത് കഴിഞ്ഞ് നമുക്ക് പൂരത്തിന് കിട്ടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോന്നു.